പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ മുൻപത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നതിനെ ചൊല്ലി രാഷ്ട്രീയ തർക്കം തുടരുകയാണ്. നിയമം പ്രാബല്യത്തിലാകുന്നതോടെ മുൻപത്തെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് BJP നേതാക്കൾ ആവർത്തിക്കുന്നു. മുൻപത്തെ പ്രശ്നം ബില്ലിലൂടെ പരിഹരിക്കാൻ കഴിയില്ലെന്നാണ് UDF-ന്റെയും LDF-ന്റെയും വാദം. വഖഫ് ബിൽ രാജ്യസഭ കടന്നതോടെ മുൻപം സമരം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധിച്ചത് BJP-ക്ക്. 50 പ്രദേശവാസികളാണ് BJP-യിൽ അംഗത്വമെടുത്തത്. വഖഫ് നിയമ ഭേദഗതി ബിൽ മുൻപത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ വഖഫ് ബില്ലിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സർ. നിങ്ങൾ ഇപ്പം കിടന്നൊരു അങ്കലാപ്പ് ഉണ്ടാക്കാതെ ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ? JPC-യിൽ ഇട്ടത് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ? മുനമ്പം സമരം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. മുനമ്പത്തെ പ്രതിഷേധം തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അത് അവർ തെറ്റിദ്ധാരണ കൊണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എടുത്ത അതിശക്തമായ നിലപാടാണ്. ഒരു മതവിശ്വാസങ്ങളുടെയും മത ആചാരങ്ങളുടെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അധികാരം ഉപയോഗിച്ച് അത് കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. ബില്ലിനെതിരായ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം രാജിവെച്ചു. വഖഫ് ഭേദഗതി നിയമം മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും മുൻപത്തെ സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന വ്യവസ്ഥയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് RSPയുടെ നിലപാട്. ബില്ലിൽ പാർട്ടിയുടെ നിലപാടാണ് പാർലമെന്റിൽ വ്യക്തമാക്കിയതെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് 24.